കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ തന്നെ പല രീതിയിലുള്ള വീഡിയോകൾ കാണാം. പ്രോഫിറ്റ് മാത്രം വെളിപ്പെടുത്തി വീഡിയോ ചെയ്യുന്നവർ, ചിലവ് മാത്രം വെളിപ്പെടുത്തി വീഡിയോ ചെയ്യുന്നവർ, ബിസിനസ്സിന് മുൻഗണന കൊടുത്ത് വീഡിയോ ചെയ്യുന്നവർ തുടങ്ങി പല രീതിയിലുള്ള വീഡിയോകൾ. ചെറിയ മുതൽ മുടക്കിൽ ഒത്തിരി ലാഭം, അടുക്കളയിലും കൂൺ കൃഷി, 40 രൂപ മുടക്കി കൂൺ കൃഷി ചെയ്താലോ തുടങ്ങി പലവിധ ഇൻട്രസ്റ്റിംഗ് ക്യാപ്ഷനോട് കൂടിയ വീഡിയോകൾ. ഇത്തരം വീഡിയോകളിലും അഡ്വർടൈസ്മെന്റിലുമെല്ലാം ആകൃഷ്ടരായി കൂൺ കൃഷി ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന വേറെ കുറെ ആളുകൾ. കാരണം കൂൺ കൃഷിയുടെ അധിക വരുമാനവും പുത്തൻ കൃഷിരീതികളും അനായാസകരമായ കൃഷിരീതികളുമൊക്കെയാണ് അധിക വീഡിയോകളിലും നമ്മൾ കാണാറുള്ളത്. എന്നാൽ കൂൺ കൃഷിയിൽ വിജയിക്കുന്നവരെക്കാൾ കൂടുതൽ പരാജയപ്പെടുന്നവരാണ് ഉള്ളതെന്നാണ് വാസ്തവം. അത് മനസ്സിലാക്കാൻ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ തന്നെ ധാരാളം. ഞാനും കൂൺ കൃഷി ചെയ്തിരുന്നു, മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല തുടങ്ങി മാർക്കറ്റ് കിട്ടാത്തതുവരെ കമന്റുകളിൽ കാണാം. കൂൺ കൃഷി തുടക്കക്കാരും തുടങ്ങാനിരിക്കുന്നവരും കൂൺ കൃഷിയുടെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല നെഗറ്റീവ് സൈഡ് കൂടി അറിഞ്ഞുകൊണ്ടാവണം കൃഷിയിലോട്ടിറങ്ങാൻ. സൂക്ഷ്മതയോടെ അത്രയേറെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കൃഷിയാണിത്. എത്ര നല്ല കൂൺ കർഷകനാണെന്ന് പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന വിത്തിന്റെ ഗുണമേന്മക്കുറവ്, ഉപയോഗിക്കുന്ന മാധ്യമത്തിലെ അണുനശീകരണത്തിലെ ചെറിയ പിഴവുകൾ, പ്രതീക്ഷിക്കാതെ കടന്നുവരുന്ന രോഗങ്ങൾ തുടങ്ങിയവ കൂൺ കൃഷിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ തരാറുണ്ട്. ഒരു തവണ നല്ല വിളവ് കിട്ടി ആത്മവിശ്വാസത്തോടെ നിന്ന് ചെയ്യുന്ന അടുത്ത സെക്ഷന്റെ വിളവ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവണം എന്നില്ല. വിളവിനെ സ്വാധീനിക്കുന്ന ഫാമിലെ കാലാവസ്ഥ തൊട്ട് വിത്തിന്റെ ഗുണമേന്മ വരെ ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണ്. എത്ര നല്ല ഫാം സെറ്റ് ചെയ്താലും എത്ര ട്രെയിനിങ് കിട്ടിയാലും പല രീതിയിലുള്ള ജയപരാജയങ്ങൾ അഭിമുഖീകരിച്ച് ഏത് കൃഷിയിലും എന്നതുപോലെ തന്നെ കൂൺ കൃഷിയിലും മുൻപോട്ടു പോകാനാകൂ എന്നതാണ് അനുഭവം. കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കിട്ടാൻ ഇന്നൊരു ബുദ്ധിമുട്ടുമില്ല. കൃഷി വകുപ്പ്, റബ്ബർ ബോർഡ്, പ്രൈവറ്റ് ഏജൻസികൾ, എക്സ്പീരിയൻസ്ഡ് ആയ കർഷകർ, ഓൺലൈൻ വഴി കിട്ടുന്ന ട്രെയിനിങ്ങുകൾ തുടങ്ങി കൂൺ കൃഷിക്ക് ആവശ്യമായ ട്രെയിനിങ് പല രീതിയിൽ സാധാരണ ജനങ്ങളിൽ എത്തുന്നുണ്ട് ഇന്ന്. പണ്ടത്തെ അപേക്ഷിച്ച് കൂൺ കൃഷി പഠിച്ചെടുക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട് ഇന്ന്. അതുപോലെ തന്നെ പഴയ രീതിയിൽ നിന്ന് മാറി കാലാവസ്ഥാ വ്യതിയാനത്തെ തോൽപ്പിച്ച് കൃഷി ചെയ്യാനുള്ള ഫാമുകൾ പണിതു തരാൻ എക്സ്പേർട്ടായ ഒരു കൂട്ടം ആളുകളും ഫാമിന്റെ പേരിൽ പണി തരാൻ നിൽക്കുന്ന വേറൊരു കൂട്ടരും. ഇതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കൂൺ കൃഷി പഠനത്തിനും ഫാം നിർമ്മാണത്തിനുമെല്ലാം ഒത്തിരി സപ്പോർട്ടുകൾ പല വഴിക്ക് കിട്ടുമെങ്കിലും ഇതിലും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്: ഉൽപ്പാദിപ്പിക്കുന്ന കൂണിന് വേണ്ട മാർക്കറ്റ് ലഭിക്കാതെ വരിക എന്നത്. സ്ഥിരതയുള്ള ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടായിരിക്കണം കൂൺ കൃഷിയിലോട്ട് ഇറങ്ങാൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിപണി കൂടി കണക്കിലെടുത്തുള്ള മുതൽ മുടക്കായിരിക്കും കൂൺ കൃഷിയിൽ തുടക്കക്കാർക്ക് അഭികാമ്യം. ചെറിയ രീതിയിൽ തുടങ്ങി പാളിച്ചകളില്ലാതെ കൃഷി ചെയ്യാൻ പഠിച്ച് മാർക്കറ്റിനനുസരിച്ച് കൂൺ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ കഴിഞ്ഞുപോകാം. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ചില കർഷകർ ദിവസം 10,000 ഇൻകമുണ്ട്, 15,000 ഇൻകമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ കാണാറുണ്ട്. അതൊക്കെ ഏറെക്കുറെ സത്യവുമാണ്. പക്ഷേ അവർ അവരുടെ മാർക്കറ്റ് കണ്ടെത്താനും പുതിയ മാർക്കറ്റിംഗ് രീതി കണ്ടുപിടിക്കാനുമെല്ലാം എടുത്ത കാലയളവ് കൂടി അതിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ദിവസം 50 കിലോയ്ക്ക് മുകളിൽ മഷ്റൂം ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകളുണ്ട്. ചിലരെല്ലാം യൂട്യൂബ് വഴി അവരുടെ ഫാമിന്റെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ചിലർ കൃഷിക്ക് മാത്രം മുൻഗണന കൊടുത്തു പോകുന്നവരാണ്. ഇവരുടെയെല്ലാം മാർക്കറ്റിംഗ് രീതിയും മാർക്കറ്റും ഇടത്തരം ഫാർമേഴ്സിനേക്കാൾ ഒത്തിരി മുകളിലാണ്. ചിലർ മഷ്റൂം മാർക്കറ്റിൽ എത്തിക്കുന്നതിന് പകരം വിവിധ ഫുഡ് പ്രൊഡക്റ്റുകളായാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടാതെ വരുന്നത്, കൃഷിയിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നത്, ഉൽപ്പാദിപ്പിക്കുന്ന കൂണിന് മാർക്കറ്റ് ലഭിക്കാതെ വരുന്നതൊക്കെ കൂൺ കൃഷി പരാജയപ്പെടാനും പകുതി വഴിയിൽ ഉപേക്ഷിക്കാനും കാരണമാകാറുണ്ട്.